ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അതെ, ഞാൻ ഫെസൽ പാട്ട്, ഇത് ഫെസൽ പാട്ടാണ്. ഞാൻ ഇതിൽ ഞാൻ ആപ്പിങ് കണ്ടു ചെന്നിട്ട് പോയി. ഇതിൽ ബാക്കി സ്റ്റോറി ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് എവിടേക്ക് നോക്കിയായിരുന്നു? അതെ, ഹീറോയിൻ്റെ ബേബീസ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഹീറോയിൻ്റെ അടുക്ക് പോയിട്ട് നോക്കാം. ഹീറോയി ടെൻഷൻ്റെ ബേബീസോടെ പറയായിരുന്നു, എന്താ നിങ്ങൾ ചെയ്യുന്നത് മോം, എന്ത് പറ്റി, എന്താ ചെയ്യുന്നത്? ഹീറോയ്ക്ക് പറഞ്ഞ 5 ബേബീസ് ഉണ്ടോ? ഹീറോയി ടെൻഷൻ്റെ വാക്ക് പറയായിരുന്നു. ജിമ്മിൻ അവിടെ ഇരുന്നിട്ട് റെഡി ആവായിരുന്നു. ഹീറോയി ടെൻഷൻ ജിമ്മിക്ക് പറയായിരുന്നു, ജിമ്മിൻ ഇന്ത്യക്ക് പോകണം എന്നാ. ശരിപ്പാ, ജങ്ങക്ക് വീണ്ടോട് പറയും. ശരി, അവർ ഓൾറെഡി റെഡിയാ. PT സെവൻ 47 ഇന്ത്യക്ക് പോകുന്ന പ്ലാനായിരുന്നു. ബാങ്ക് മീറ്റിംഗ് ഷോക്കായിരുന്നു. നിങ്ങൾ വന്നില്ല, ഞാൻ ബാക്കി വെക്കണം ബാങ്ക് മീറ്റിംഗ്. ശരിമ്മ, ഞാനും എൻ്റെ വൈഫ് ഫാമിലി വിളിച്ചുകൊണ്ട് വരാം എന്നെ പറഞ്ഞ. അവിടെ വലിയ ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. വലിയ ഗസ്റ്റ് ഹൗസ് മതി. അങ്ങനെ എല്ലാവരും താമസിച്ച് ഇങ്ങനെ നല്ല ഫങ്ഷനായിരുന്നു. നല്ല എന്നെ ഫങ്ഷനായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ ചെറിയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വരാൻ തുടങ്ങിയായിരുന്നു. അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് അർജുനക്ക് വന്ന ഒരു ന്യൂസ് വന്നായിരുന്നു. എന്താ, ഇനി കുറച്ച് ഇത് ഫങ്ഷൻ പാർട്ടിയായിരുന്നു. അർജുൻ പറയായിരുന്നു, എന്താ പ്രശ്നമാണോ? ഒരു ഫങ്ഷനായിരുന്നു, ഒരു പാർട്ടി പറഞ്ഞ അതായിട്ട് ഒരു ഫങ്ഷൻ പാർട്ടി. ആ പോലീസ് വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അപ്പോൾ പിന്നെ എന്ത് പറ്റി എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഹീറോയിൻ്റെ ഹീറോയ്ക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിക്ക് മാരേജാണ്. ആ ഫ്രണ്ടിക്ക് ഒരു മേഘന പറഞ്ഞ ഒരു ഫ്രണ്ടിക്ക് മാരേജാണ്. അവൻ ഇപ്പോൾ പഠിച്ചിട്ട് കഴിഞ്ഞു. മേഘൻ്റെ ചേട്ടനക്ക് മാരേജാണ്. അങ്ങനെ രണ്ടുപേർക്ക് മാരേജൊക്കെ ഹീറോയി വന്നായിരുന്നു. മേഘന പറയായിരുന്നു, എനിക്ക് മാരേജൊക്കെ ഇപ്പോൾ വരാം എന്ന് ഹീറോയിന് മോക്കായിരുന്നു. ശരി ഇരിക്കുക പറയായിരുന്നു. അങ്ങനെ അർജുനക്ക് പറയായിരുന്നു, എന്ത് പറ്റി? ഇല്ലടി, ഒരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട് പറയായിരുന്നു. അതിനായിട്ട് മേഘന പറഞ്ഞ ഒരു ലോയറാണ്, ക്രിമിനൽ ലോയർ. അതുമാത്രമല്ല മേഘന ചേട്ടനും പറഞ്ഞ ഒരു ബിസിനസ് മാനാണ്. അതിനായിട്ട് അവർക്ക് പ്രശ്നം നടക്കാൻ പോകുന്നത്. അർജുൻ ടെൻഷനാകും. ജിമ്മിന് ഞങ്ങൾക്ക് വന്ന് കേൾക്കാൻ എന്താ പ്രശ്നം നടന്ന കാര്യം പറഞ്ഞു. ആ വില്ലന് വന്നു. അവന് ഇപ്പോൾ പോയാണ് വേറെ ജയിലിലുണ്ടായിരുന്നു. എന്തോരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നാണ് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി, ഓക്കെ. അപ്പോൾ ജിമ്മിന് പറയായിരുന്നു, അവനൊക്കെ എന്തോന്നും പേടിയൊന്നും ഉണ്ട് എന്ന് ചങ്കോക്ക് കേൾക്കായിരുന്നു. ഇത് കേട്ട് ജിമ്മിൻ പറയായിരുന്നു, എന്തോ പേടിയുണ്ടാ? എന്നാൽ അർജുൻ ഓർക്കായിരുന്നു. അങ്ങനെ ഹീറോ അങ്കിളോട് കേൾക്കായിരുന്നു, അങ്കിൾ അവനക്ക് എന്തോ പേടിയുണ്ടാ? അങ്കിളുടെ ഒരു വേലക്കാരൻ, എനിക്കറിവ് സാർ എന്നത് പറയായിരുന്നു. ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം സാർ എന്നൊരാൾ പറയായിരുന്നു. അർജുന ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് പറയുന്നത് ഒരു സുടികാട് അന്നു ഒരു പറഞ്ഞ ഒരു വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഒരു പ്രേതം, അയ്യോ പ്രേതോ എന്ന് അവൻ പേടിച്ച് പോകാം സാർ, അവർക്ക് പ്രേതത്തിന് പേടിയാണ് സാർ എന്നെ പറഞ്ഞു. ജിമ്മിനിക്ക് ഒരു ഐഡിയ, ശരി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നെ പ്ലാനിട്ട് ജിമ്മിൻ പ്ലാനിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് എല്ലാം ഡ്രഗ് റേസ് ചെയ്ത്. അങ്ങനെ ആ വില്ലൻ വന്നിരുന്നു. വില്ലൻ വരുമ്പോൾ പ്രേതത്തിൽ മതിയാക്കിയിട്ട് റിയാൾ പ്രേതത്തിട്ടുണ്ടോ ഒരാൾ വന്ന് കേട്ടു. അങ്ങനെയായിട്ട് അർജുൻ പറഞ്ഞ എൻ്റെ പേര് അവന് വന്ന് വില്ലൻ വന്ന് നോക്കുമ്പോൾ ഒരാൾ വന്ന് കേൾക്കണമായിരുന്നു. അത് തന്നെ വേലക്കാരനായിരുന്നു. അത് പിന്നെ വീട്ടിലെല്ലാം ഒരു കത്തിയാൽ മതി. വീടെല്ലാം കത്തിയത്. നിങ്ങളിങ്ങനെ ആവണോ സാർ എന്നെ കേൾക്കാൻ? അയ്യാ പ്രേതോ, കത്തിയ പ്രേതോ നാറിയിട്ട് പൊട്ടുന്നതിന് ഒറ്റോട്ടം. പിന്നെ ഒരാൾ വന്നതാണ് തലയിൽ ഒരു ഇത് എന്ന് പറഞ്ഞ ഒരു തലയിലോ ഇത് വെച്ചിട്ട് ഒരു കുത്തിയത് കത്തിയല്ല, ഒരു എന്തോ മരവിരിക്കുന്ന എന്തോ അത്. സാർ നിങ്ങൾക്ക് തലയിൽ ഒരു പൂച്ചാടി അതൊരു ഗെട്ടപ്പിട്ട. സാർ നിങ്ങൾക്ക് ഇങ്ങനെ ആവണോ? അയ്യോ പ്രേതോ. പിന്നെ ഒരു ഇമ്പ് കത്തി വാള് കത്തി ഇങ്ങനെ വയറ്റിൽ കുത്തിയത്. സാർ നിങ്ങൾ എന്നെ നോക്ക് സാർ എന്ന് പറയാം. അയ്യോ പ്രേതോ. പിന്നെ ഒരാൾ ഇങ്ങനെ സ്മോക്ക് ചെയ്ത് ചങ്കിലിങ്ങനെ ആക്കിനു. ഇത് ചോര കുടിക്കുന്നുണ്ടോ എന്ന് കേട്ടാൽ അയ്യോ പ്രേതോ അത് പറഞ്ഞ് ഇങ്ങനെ കാത്തിട്ടില്ല പാർന്നു മതി. ഇങ്ങനെ താഴെ വീണ ബോഡി ഇങ്ങനെ കത്തുന്നു മതി. അയ്യോ പ്രേതോ, അയ്യോ പ്രേതോ. എന്നിട്ട് അവൻ വില്ലൻ പേടിച്ച് ഓടിപ്പോയി. അയ്യോ പ്രേതോൻ്റെ ഇത് കൂട് എന്ന് പറഞ്ഞാൽ വില്ലൻ പേടിച്ച് പറഞ്ഞു, നീ ജയിലിലേക്ക് പോകുന്നുണ്ടോ? ഇനി നീ കേസ് ഞാൻ ഇതെല്ലാം ചെയ്തു ഞാനേ പറയൂ, ഇല്ല നിന്നെ കൊന്നുകളു ഞാൻ. എന്നെ ഹീറോയി പ്രേതന്മാരെ ആക്ടിങ് ആക്കിയിട്ട് എല്ലാവർക്കും കൂടി പ്രേതന്മാരെ ആക്ടിങ് ആക്കി ഹീറോയി മുടിയാതെ ഇട്ടായിരുന്നു. അങ്ങനെയായിട്ട് ഒരാൾ ചൊട്ട പ്രേതമതി വരാൻ തുടങ്ങി. എല്ലാവരും അയ്യോ പ്രേതം, ഞാൻ ജയിലിൽ പോകുന്നു. ഒറ്റ ജയിലിലേക്ക് പറഞ്ഞുകൊണ്ട് പോയി പോലീസ്. സാർ അത് അറസ്റ്റില്ല, പ്രേതം ഒന്ന് കൊണ്ടിക്കളി സാർ, പ്ലീസ് എല്ലാം ചെയ്തു ഞാൻ എന്നെ. പോലീസ് ഭയങ്കര ഹാപ്പിയായിരുന്നു. പോലീസ് അവനെ കുറിച്ച് ജയിലിലിട്ടു. അങ്ങനെ ജയിലിൽ എല്ലാവരോടും പറയും, വലിയ ജയിലിൽ കൊണ്ടുവരാൻ അവനിട്ടായിരുന്നു.
അങ്ങനെ കോടതിയിൽ അവന് അവിടെ നിന്ന് ഇരിക്കട്ടെ അവിടെ ജയിലിൽ എന്ന് പറയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോ ജയിക്കായിരുന്നു. പപ്പ സമാധാനമായി എന്ന് പറയുന്നത്. അതേ ജയിലിലാണ് ആൻറ്റിയും അങ്കിളും ഉള്ളത്. അതേ ജയിലിൽ ഇപ്പം മകനും വന്നായിരുന്നു. അമ്മ അവിടെ പ്രേതമുണ്ട്. എടാ മണ്ട എന്തിനാടാ ചെയ്തത്? എടാ അവിടെ പ്രേതം ഇല്ലടാ, ഈ കളത്ത് പ്രേതമൊന്നും ഇല്ലടാ എന്ന് പറയുന്നത്. അവർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഡേയ്സ് നല്ല പോകാൻ തുടങ്ങിയായിരുന്നു. അവരെല്ലാം ജയിലിൽ കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അർജുൻ ഭയങ്കര ഹാപ്പിയായിട്ട് കുട്ടികളുടെ ജോലിയായിട്ടിരുന്നത്. കുട്ടികളെല്ലാം വളർന്നു വലുതായി. കാരണം പിന്നെ അർജുൻ്റെ കുട്ടികൾ പറയുന്നു, മമ്മി നമുക്ക് കൊറിയക്ക് പോകാം. അങ്ങനെ അർജുൻ്റെ വൈഫിൻ്റെ ഈ മദർലാൻഡ് കൊറിയക്ക് പോയിരുന്നു. അർജുനെ എല്ലാവരും സ്വീകരിച്ചത് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയ മമ്മി പറയായിരുന്നു, മിയ അങ്ങനെ നോക്കുന്നുണ്ടോ? മിയ മുറിക്കായിരുന്നു മമ്മിനെ. മിയ ഇപ്പം അർജുനക്കും കൊറിയൻ അറിയും. അങ്ങനെയായിട്ട് അവർക്കും മലയാളം എന്താ അറിയാം. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മിയ എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയൻ്റെ ഫ്രണ്ട്സൊക്കെ കുറിച്ച് ജലസാവുന്നത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഹസ്ബൻഡ്. അങ്ങനെ മിയനോട് വന്ന് എടി അവർക്കൊരു അനിയനുണ്ടോ ഇത് കേക്ക്. മിയ മുറിക്കായിരുന്നു. പോടെ ഒന്ന് എൻ്റെ ഹസ്ബൻഡ് നോക്കണ്ട അതിന് മിയ മുറിക്കായിരുന്നു. ഇത് കേട്ടോ മേഡം ക്ലാസ്മേറ്റ് സ്കൂൾ ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് ഡിവോഴ്സ് ആയി മച്ചി. നിൻ്റെ ഹസ്ബൻഡ് മാരേജ് ചെയ്തോ എന്ന് പിന്നെ ഒരു ഫ്രണ്ട് മിയ മുറിക്കായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ ഭയങ്കര ഫാമിലി ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ട്രിപ്പ് അങ്ങനെ എല്ലാവരും പോയി ട്രിപ്പ് എൻജോയ് ചെയ്യുക ഫ്രണ്ട്സ് കൂടെ. ഹീറോയിൻ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് കൂടെ ഭയങ്കര എൻജോയ് ചെയ്യുക. പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കളിക്കായിരുന്നു. അങ്ങനായിട്ട് മിയ പറയായിരുന്നു, നമുക്ക് ഇപ്പോൾ എവിടെയൊക്കെ പോവാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു. എന്നാൽ BTS മെമ്പർ പറയായിരുന്നു, ശരി ഓക്കെ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് ജിമ്മിനോട് പറയായിരുന്നു. ജിമ്മിന് പറയായിരുന്നു ശരി. അങ്ങനെയായിട്ട് എല്ലാവരും പാട്ട് ഡാൻസ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം വഴക്കുണ്ടാക്കുക. കുട്ടികൾ ഭയങ്കര സന്തോഷമായിട്ട് കളിക്കായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കുട്ടികളെല്ലാം കാണുമ്പോൾ. ഇപ്പോൾ എല്ലാവരും ഭയങ്കര അവരുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹീറോയ്ക്ക് കൊറിയക്ക് പോയി. അങ്ങനെ ഒരു നാട്ടിൽ അവരുടെ വീട്ടിലൊക്കെ പോയി ഭയങ്കര കുട്ടികൾ ജോളിയായിട്ട് കുട്ടികൾ പാട്ടിടുക എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറി തീർന്നു കഥ. ബൈ ബൈ ടാടാ.